നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുരവിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ ദിവസം നാം ഗീതയിൽ ശ്രദ്ധിച്ച ശ്ലോകത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശം കൊടുക്കുന്ന ഇതാണ് കണ്ടത്. സത്തായതിനെ പറ്റിയും അസത്തായതിനെ പറ്റിയും ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് എങ്കിലും അതിനോടൊപ്പം തന്നെ നാം ശ്രീമദ് ശങ്കരാചാര്യരുടെ സാഖ്യദർശന കാഴ്ചപ്പാടിനെ പറ്റിയും സംസാരിച്ചു, ശ്രദ്ധിച്ചു. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 17 ധ്യാനുണ്ട്. സാഖ്യയോഗത്തിൻ്റെ ശ്ലോകം 17. അവിനാശിതു തദ്വിധീയേന സർവമിദം തദം വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. എൻ്റെ അർത്ഥം പറയുമ്പോൾ, യാതൊന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഓതപ്രോതമായിരിക്കുന്നത് അത് അവിനാശിയാണെന്നറിയുക. ആ അവ്യയമായ തത്വത്തെ നശിപ്പിക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല. അതായത് ജീവാത്മാവിൻ്റെ ശരീരം മാറും, എന്നാൽ ജീവാത്മാവിന് നാശമില്ല. ദേഹിയെ പോകുന്നുള്ളൂ, ദേഹം പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ ജീവാത്മാവിന് ശരീരം മാറിക്കൊണ്ടിരിക്കും, ജീവാത്മാവിന് നാശമില്ല. ജീവാത്മാവ് അനാദിയാണെന്ന വൈദിക സിദ്ധാന്തം ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. സാഖ്യദർശനത്തിൽ കപിലമുനി പറയുന്നത് തന്നെയാണ് ഈ ശ്ലോകത്തിലും പരാമർശ വിഷയം. ജീവാത്മാക്കൾ അസംഖ്യമാണെന്നും ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാനും നീയും ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, ഇക്കാണുന്ന രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല, മേലിൽ ഇല്ലാതാവുകയില്ല. നാം 12ാം ശ്ലോകത്തിൽ പറഞ്ഞതാണത്, ഈ അധ്യായത്തിൽ തന്നെ. ആ പ്രസ്താവനയിൽ അനേകം ജീവാത്മാക്കളെക്കുറിച്ചും അവയുടെ അനാദിത്വത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ, നീ, അവൻ എന്നീ ഭേദങ്ങളോടെ ജീവാത്മാവിൻ്റെ അനേകത്വം മോക്ഷ അവസ്ഥയിൽ പോലും നിലനിൽക്കും. ഉള്ളത് ഒരിക്കലും ഇല്ലാതാകില്ല എന്ന് 16ാം ശ്ലോകത്തിലും പറഞ്ഞുവല്ലോ. കഴിഞ്ഞ ശ്ലോകത്തിൽ ജീവാത്മാവിൻ്റെ അനേകത്വത്തെക്കുറിച്ച് കപിലമുനി പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ജന്മാദി വ്യവസ്ഥാത പുരുഷബഹുത്വം. സാഖ്യദർശനത്തിൽ 1-ാം അധ്യായത്തിൽ 114-ാം ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. അതായത് ജനന മരണാദികൾ കാര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും വ്യത്യാസമുണ്ടെന്നാണ് കപിലമുനി പറയുന്നത്. ഓരോ വ്യക്തിക്കും ജനന മരണാദി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടോ എന്നും, ഒരാൾ ജനിക്കുമ്പോൾ മറ്റൊരാൾ മരിക്കുന്നു, ഒരാൾ സുഖമായിരിക്കുമ്പോൾ മറ്റൊരാൾ ദുഃഖം അനുഭവിക്കുന്നു. ഈ നാനാത്വം ഈ ലോകത്തിൽ നാം കാണുന്നു. ഒരേ ഒരു ആത്മാവേ ഉള്ളുവെങ്കിൽ ഈ പരസ്പര വൈരുദ്ധ്യം എങ്ങനെ നടക്കുന്നു? ഒരു പുരുഷനെ ഉള്ളുവെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ ഏവരും മരിക്കണം. ഒരാൾക്ക് മോക്ഷം കിട്ടിയാൽ അത് സർവർക്കും ലഭിക്കണം. അത്തരത്തിലുള്ള അനുഭവം ഇല്ലാത്തതിനാൽ അനേകം ജീവാത്മാക്കളുണ്ടെന്ന് കപിലമുനി വിവരിക്കുകയാണ്. ഭഗവാനോട് ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് അർജുനനോട് പറയുന്നത്. കപിലമുനിയുടെ ഈ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയെന്നോണം ഭഗവാൻ അടുത്ത ശ്ലോകത്തിലും പറയുന്നത് ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശ്ലോകം 17
അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകവുമായി കാണുവാൻ സർവേശ്വരൻ ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭ സുദിനം.